എല്ലാ വർഷവും ഇല്ല, ഞാൻ ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷവും ഈ പ്രാവശ്യം പോയിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല രസമാണ്. ഇടയ്ക്കെന്തോ ഒരു ദിവസം ഒരു കുറച്ച് ടൈം നിന്നിട്ട് പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതിലായിട്ട് അങ്ങനെ പോയി നിൽക്കാൻ പറ്റിയിട്ടില്ല. ബിഗ് ബോസ് സീസൺ ഒക്കെ വരുവാണ്, എന്താ പോകാൻ വല്ല ഉദ്ദേശം? ഇല്ല, അത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണല്ലോ. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലോട്ട് പോകാൻ താല്പര്യമില്ല. ഇല്ല വിളിച്ച് ഓൾറെഡി എനിക്ക് ഇത് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഞാൻ പറഞ്ഞതാണ് ഉണ്ടായിരുന്നു. പക്ഷെ പോവാറില്ല. അപ്പൊ ഈ വർഷം വന്നാലും താല്പര്യമില്ല. എന്തുകൊണ്ടാണ് പോവാതിരിക്കാൻ കാരണം എന്തോ നെഗറ്റീവ് ഒരുപാട് അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും നെഗറ്റീവ്സ് ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് അല്ലേ ചാനലിനെ പറ്റിയായാലും നെഗറ്റീവ്സ് ഒക്കെ എല്ലാ സൈഡിലും ഉണ്ട്. പക്ഷെ വെറുതെ എന്തിനാണ് ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരേ സമയം പൊക്കി വെക്ക്, അതാണ് ഒരേ സമയം നമ്മൾ ഡൗൺ ആക്കാനും പറ്റുന്നത് ഇതാണ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്. ഏത് സീസണിലേക്കായിരുന്നു വിളിച്ചത്? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം അതെ ആ ഒരു ടൈമാണെന്ന് തോന്നുന്നു. മുകേഷ് ഏട്ടൻ്റെ കൂടെ ഉദ്ഘാടനത്തിനൊന്നും കാണണില്ലല്ലോ. നിങ്ങൾ നല്ല ഫെയറായിട്ട് അതാരോ പറഞ്ഞ് ചോദിപ്പിച്ച പോലെ ഉണ്ടല്ലോ. അല്ല, സ്ഥിരം കാണാറുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഇല്ലില്ല, ആക്ച്വലി എന്ന് വെച്ചാൽ മുകേഷ് ചേട്ടൻ്റെ കൂടെ ഇനോഗ്രേഷന് പോണ അങ്ങനെയൊന്നും അല്ല കേട്ടോ. മുകേഷ് ചേട്ടൻ്റെ കൂടെ പോണെന്നല്ല, മുകേഷ് ചേട്ടൻ്റെ പ്രോഗ്രാംസ് വരുന്നുണ്ടെങ്കിൽ അവരെന്നെ ഇൻവൈറ്റ് ചെയ്ത് എൻ്റെതായിട്ടുള്ള ഇത് മേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അപ്പം മുകേഷ് ചേട്ടൻ അവർ ഇൻവൈറ്റ് ചെയ്യും, അപ്പം ഞാനും ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഈ പറയുന്ന പോലെ മുകേഷ് ചേട്ടൻ മിണ്ടാറുണ്ട്, ഫ്രണ്ട്സാണ്, അങ്ങനെയൊക്കെ തന്നെയാണ്. പിണക്കം അങ്ങനെ നിങ്ങളെന്തോ പിണക്കമാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല. ചേട്ടനായിട്ടൊക്കെ പ്രാർത്ഥന ചെയ്യുന്നവരായിട്ട് അറിയാം. എനിക്ക് പ്രോഗ്രാംസിനൊന്നും ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ടൊന്നും ചെയ്യുന്നില്ല. അത്രയും ഇപ്പം ഇവിടെ മുകേഷ് ചേട്ടന് വരാൻ പറ്റിയിട്ടുണ്ട്. ഇൻവിറ്റേഷൻ കിട്ടി, ഇവിടെ ഡീപ്പിങ്ങിൻ്റെ ഇനോഗ്രേഷൻ വന്നു. ടാറ്റു ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനൊരു ടാറ്റു ചെയ്യാൻ വേണ്ടി ഇന്ന് അവർക്ക് അതെ ഡീപ്പിങ് ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് ടാറ്റു ചെയ്യാനുള്ളൊരു അതെ ഭാഗ്യം എനിക്കാണ്. എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അത് നിങ്ങൾ നിൽക്കുക, നിങ്ങൾ എന്തായാലും ഇപ്പൊ പോവല്ലോ അല്ലേ? അതോ പോവല്ലോ. അപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ടാറ്റു ചെയ്യും. ഞാൻ ഭയങ്കര ഒരു വിശ്വാസിയാണ്. ഞാൻ പറയാം, വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹം എൻ്റെ ഓൺ വിഗ്രഹമാണ് ചെയ്യണം. അത് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ചെയ്യണമെന്ന്. വിഗ്രഹം പോലുള്ള രീതിയിൽ ചെയ്യും.